ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം കഴിഞ്ഞ ദിവസം സമാധാന ചർച്ചകൾ വീണ്ടും ഉണ്ടായി. പക്ഷെ അത് പരാജയപ്പെട്ടതിന് ശേഷം ട്രംപ് ഏകപക്ഷീയമായിട്ട് വെടിനിർത്തൽ നീട്ടിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതിനിടയിൽ ഇന്ത്യക്ക് മറ്റൊരു തരത്തിലുള്ള ഒരു വാർത്ത ഇന്ത്യയിൽ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഏകദേശം 33 അല്ലെങ്കിൽ 35 രാജ്യങ്ങൾ UK ഒത്തുകൂടുകയാണ് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഹോർമൂസ് ആണ് ഇവരുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹോർമൂസ് ആണ് ഇവരുടെ ചർച്ചാ വിഷയം എന്നിരിക്കെ, ഈ ഹോർമൂസ് എന്ന് പറഞ്ഞാൽ അത് ഇപ്പോ വലിയ രീതിയിൽ ഒരു നമ്മുടെ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഒരു തലയ്ക്ക് മുകളിൽ ഒരു തൂങ്ങുന്ന വാളായിട്ട് കിടക്കുകയാണ്. അപ്പൊ അതിലൊരു തീരുമാനം എന്തായാലും വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഒത്തുകൂടിയിരിക്കുന്നത്. അതൊക്കെ അത് അവിടെ നിന്നോട്ടെ. അപ്പൊ ഇന്ത്യയിൽ അത് ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയെ ക്ഷണിച്ചിരിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ആദ്യം നോക്കട്ടെ, എന്താണ് അവിടെ ചർച്ച, എന്താണ് നിങ്ങളുടെ അജണ്ട എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഇന്ത്യക്ക് അറിയണം. ഹോർമൂസ് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു തരത്തിൽ ഈ കാര്യങ്ങൾ നീങ്ങാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതിനിടയിൽ ഇസ്രായേൽ ലെബനനിൽ ആക്രമണം കട്ടിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ബാക്കിയുള്ള ഗ്രാമങ്ങൾ മുഴുവൻ ഇസ്രായേൽ ലെബനനിൽ നശിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അതിനിടയിൽ വേറൊരു വാർത്ത പുറത്തു വരുന്നത്, ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. അപ്പാരന്റ്ലി അനദർ ഹ്യൂജ് എക്സ്പ്ലോഷൻ ആൻഡ് ഫയർ അറ്റ് ആൻ ഓയിൽ റിഗ് വെൽ സൈറ്റ് നിയർ ഇച്ചോയിൽ, ടെക്സസ്. US അടുത്ത എക്സ്പ്ലോഷൻ ഉണ്ടായിട്ടുണ്ട്. 5ാമത്തെ എക്സ്പ്ലോഷൻ ആണ് കേട്ടോ. 6ാമത്തെ എക്സ്പ്ലോഷൻ ആണിത്. 6ാമത്തെ മേജർ എനർജി ഇൻഫ്രാസ്ട്രക്ചർ ഇൻസിഡന്റ് ആണ് ഇത് ഉണ്ടാകുന്നത്. കഴിഞ്ഞ കുറച്ച് നമ്മൾ ഈ ടെക്സാസിൽ US ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് 6ാമത്തെ എക്സ്പ്ലോഷൻ ആണ് ഉണ്ടാകുന്നത്. നേരത്തെ ഒരു വാർത്ത പുറത്തു വന്നില്ല, US 5 ആണവ ശാസ്ത്രജ്ഞന്മാരെ കാണാനില്ല എന്നൊരു, അതൊരു വലിയ കലാപത്തിന്റെ സമാനമായ രീതിയിലേക്ക് US പോകണം. നമ്മൾ ഇറാന്റെ വാർത്തകൾ മാത്രം ചർച്ച ചെയ്യുമ്പോൾ ഈ തൊട്ടപ്പുറത്ത് US നോക്കുമ്പോൾ US വളരെയധികം എന്താ പറയുക, അവരുടെ ഒരു മോശപ്പെട്ട കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അമേരിക്കക്കകത്ത് നിന്നൊക്കെ ശാസ്ത്രജ്ഞന്മാരെ കാണാതാകുക എന്നുള്ളതൊന്നും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. ഇപ്പൊ 6ാമത്തെ അവരുടെ മേജർ എനർജി ഇൻഫ്രാസ്ട്രക്ചറിൽ അറ്റാക്ക് നടന്നിരിക്കുകയാണ്. ഇത് നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ട്രംപ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, നിങ്ങളുടെ വൈദ്യുതി നിലയങ്ങൾ ഞങ്ങൾ തകർക്കും, ഇറാനിലെ വൈദ്യുതി നിലയങ്ങൾ തകർക്കും എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്പ്ലോഷൻ ഉണ്ടായി, ഇത് ഇറാനാണോ നടത്തിയത് എന്നൊന്നും ആർക്കും അറിയില്ല. അമേരിക്ക ഒന്നും പുറത്തു വിടുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ അമേരിക്കൻ മാധ്യമങ്ങൾ വല്ലാതെ കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയല്ല, പക്ഷേ ലോകത്ത് മറ്റൊരു യുദ്ധത്തിനുള്ള ഒരു നീക്കം ഉണ്ടാകുന്നുണ്ടോ എന്നൊരു ചോദ്യം വളരെ വലുതായിട്ട് ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അത് ഉയർന്നു വരാനുള്ള ഒരു കാരണം, ഒരാഴ്ചയ്ക്ക് മുമ്പ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ നമ്മൾ ഒരു വാർത്ത കൊടുത്തിരുന്നു. ആ വാർത്ത എന്ന് പറയുന്നത് ഏത് നിമിഷം വേണമെങ്കിലും യൂറോപ്പ് ആക്രമിക്കപ്പെടാമെന്നുള്ളതാണ്. റഷ്യ അതിന് സൈനിക പരമായിട്ട് സജ്ജമായി കഴിഞ്ഞു. അവർ ആക്രമിക്കേണ്ട നഗരങ്ങൾ ഏതൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് അവരെന്ത് ചെയ്തു, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി. വാർത്തയുടെ തമ്പതാണ്, റഷ്യ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളത്. അതിൽ ഒരു രാജ്യം റൊമേനിയയാണ്. കഴിഞ്ഞ ദിവസം റൊമേനിയയിൽ ഒരു വലിയ ബോംബ് സ്ഫോടനം ഉണ്ടായി. ബോംബ് സ്ഫോടനം എന്ന് നമുക്കത് പറയാൻ പറ്റില്ലെങ്കിലും മാസീവ് ബ്ലാസ്റ്റ് ആണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഒരു 10,000 kV ട്രാൻസ്ഫോമർ, 30 ടൺ ഓയിൽ റിപ്പോർട്ടഡ്ലി എക്സ്പ്ലോഡഡ് അറ്റ് എ ഹീറ്റിംഗ് പ്ലാന്റ് ഇൻ ബുക്കാറസ്റ്റ്. അതായത് റൊമേനിയയുടെ തലസ്ഥാനമായിട്ടുള്ള ബുക്കാറസ്റ്റിലാണ് ഈ അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത്. അനദർ പീസ് ഓഫ് ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഗോയിങ് അപ്പ് ഇൻ ഫ്ലെയിം സംവെയർ ഇൻ ദ വേൾഡ് എന്നുള്ളതാണ് റിപ്പോർട്ട്. അതായത് അമേരിക്കയിൽ ഒരു 6ാമത്തെ എനർജി ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഇപ്പോ ബ്ലാസ്റ്റ് ഉണ്ടായി തകർന്ന് തരിപ്പണമാകുന്നത്. അതിന്റെ കൂട്ടത്തിൽ റൊമേനിയയിൽ ഇപ്പോൾ അറ്റാക്ക് ഉണ്ടായിരിക്കുന്നു. പക്ഷേ ആ അറ്റാക്ക് എങ്ങനെയാണ് ഉണ്ടായതെന്ന് ആർക്കും അറിയില്ല. അപ്പൊ അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ രീതിയിൽ പ്രചരിക്കുകയാണ്. വലിയ അറ്റാക്കാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ട്. അപ്പോ ഈ യുദ്ധത്തിന് പുറമെ റഷ്യയും ഒരു ഭാഗത്തൂടെ യൂറോപ്പിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം എന്ന് പറയുന്നത്. അത് ചോദിക്കാനുള്ള ഒരു കാരണം വേറൊന്നുമല്ല, നമ്മുടെ പ്രവചിക്കുന്ന നോസ്ട്രാഡംസിനെ പോലെ പ്രവചിക്കുന്ന കണ്ണില്ലാത്ത ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ പേര് ഞാൻ പറഞ്ഞത്, ബാബ വാങ്ക, അങ്ങനെ അവര് പറഞ്ഞിരിക്കുന്നത് ഈ ജൂൺ ജൂലൈ മാസം അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള അങ്ങോട്ട്, ഈ 6ാമത്തെ മാസം ജൂൺ കഴിഞ്ഞ് അങ്ങോട്ട് ലോക മഹായുദ്ധം, ഒരു 3ാം ലോക മഹായുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ എനിക്ക് ആ പ്രവചനം എന്തോ സത്യമാകുമോ എന്നുള്ളൊരു തോന്നലുണ്ട്. എന്ത് തോന്നുന്നു? ഇന്നലെ നമ്മൾ ഒരു വാർത്ത കൊടുത്തിരുന്നു. അതായത് പാകിസ്ഥാനിലേക്ക് അമേരിക്കയുടെ 10ഓളം വിമാനങ്ങൾ വന്ന വാർത്ത. അപ്പോ ആ വാർത്ത ഒരുപാട് പേര് കമന്റ് ഇട്ടു, ഇത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞു. ആ വാർത്തയോടൊപ്പം തന്നെ വന്ന മറ്റൊരു വാർത്ത ഉണ്ടായിരുന്നു. അത് JD വാൻസ് പാകിസ്ഥാനിലേക്ക് വരുന്നു, അദ്ദേഹത്തിന് അകമ്പടി സേവിച്ചുകൊണ്ട് സുരക്ഷ കൂട്ടാനാണ് വന്നതെന്ന്. അത് ഒരു കള്ളത്തരമാണെന്ന് ഇന്ന് തെളിഞ്ഞിരിക്കുന്നു. കാരണം JD വാൻസ് പാകിസ്ഥാനിൽ വന്നില്ല, അവരുടെ ഒരാളും വന്നില്ല, ഇറാന്റെ പ്രതിനിധികളും വന്നില്ല, ചർച്ചയും നടന്നില്ല. ഒടുവിൽ ട്രംപ് എന്താണ് പറഞ്ഞത്? പാകിസ്ഥാന്റെ നിർദ്ദേശപ്രകാരം പാകിസ്ഥാൻ അപേക്ഷിച്ചത് കൊണ്ട് ഞാൻ വെടി നിർത്തൽ നീട്ടുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനർത്ഥം എന്തിനായിരുന്നു ആ വിമാനങ്ങൾ വന്നത്? ഇവിടെയാണ് നമ്മൾ ഇന്നലെ കൊടുത്ത വാർത്തയുടെ പ്രാധാന്യം നിൽക്കുന്നത്, അല്ലെ?
JD വാൻസിന് സുരക്ഷ ഒരുക്കണമെങ്കിൽ JD വാൻസ് വരണമല്ലോ. JD വാൻസ് ഇല്ലാതാണല്ലോ ഇത്രയും വന്നിരിക്കുന്നത്. ഇതാണ് അതിനകത്ത് സാധനം. ഞാൻ അതല്ലേ പറഞ്ഞു വന്നത്. ഇനി അടുത്ത നമ്മൾ വാർത്തയിലേക്ക് വരാം. ഇനിയുള്ള ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ ഇപ്പൊ റഷ്യ തയ്യാറെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർ ചിന്തിക്കും, റഷ്യ ഇനി വലിയ സന്നാഹമൊക്കെ ഒരുക്കി ഒരു യുദ്ധത്തിന് പോകാനുള്ള കപ്പാസിറ്റി റഷ്യക്ക് ഉണ്ടോ? കാരണം ഇപ്പോൾ തന്നെ ആകപ്പാട് അടിപതറി നിൽക്കുക, സാമ്പത്തികം വലിയ ഞെരുക്കത്തിലാണ് റഷ്യയിൽ എന്ന് തോന്നും. പക്ഷെ അങ്ങനെ ഒരു യുദ്ധമല്ല ഇപ്പൊ തുടങ്ങാൻ പോകുന്നത്. അതിപ്പോ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ധനുഷ് സൂചിപ്പിച്ച പോലെ റൊമാനിയയിൽ സംഭവിച്ചതുപോലെ തന്നെ ഒരു സംഭവമാണ് ഇപ്പോൾ US സംഭവിച്ചിരിക്കുന്നത്. അതായത് ഭീകരാക്രമണം. ഇത് നമ്മൾ പണ്ട് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു. ഇനി വരാൻ പോകുന്നത് ഇതിനൊക്കെയുള്ള കാരണം ഈ റഷ്യയെ സംബന്ധിച്ചായാലും ഇറാനെ സംബന്ധിച്ചായാലും അവരുടെ പ്രോക്സികൾ ഇല്ലെങ്കിൽ അവരുടെ നിഴൽ സംഘങ്ങൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അവർക്ക് ഈ ഭീകരവാദ സംഘടനകളെ വെച്ചിട്ട് അവർക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു കാര്യവുമാണ്. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന ഒരു കാര്യം തന്നെയാണ്. അതിലേക്ക് തന്നെയാണ് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ബോംബ് സ്ഫോടനങ്ങളിലൂടെയും ഇല്ലെങ്കിൽ ചാവേർ ആക്രമണങ്ങളിലൂടെയും ഒക്കെ ആയിരിക്കും ഇനി കുറച്ചുനാൾ ഈ ലോകം സഞ്ചരിക്കാൻ പോകുന്നത്. അതും ഒരു യുദ്ധം തന്നെയാണ്. ഇപ്പൊ നമ്മളുടെ രാജ്യത്തേക്ക് പാകിസ്ഥാൻ നടത്തുന്നത് നമ്മൾ യുദ്ധമായിട്ട് തന്നെയാണ് അതിനെ കാണുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഈ ഞങ്ങളുടെ രാജ്യത്ത് നടത്തുന്ന ഭീകര പ്രവർത്തനത്തെയും ഞങ്ങൾ യുദ്ധമായി തന്നെയാണ് പരിഗണിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഭീകര പ്രവർത്തനം ഇവിടെ നടക്കുമ്പോൾ അടി അവിടെ കൊടുക്കുന്നത്. നമ്മൾ അങ്ങനെ ഒരു പോളിസി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യം. ഭീകരപ്രവർത്തനം ഞങ്ങൾ അതിർത്തി കടന്നുള്ള യുദ്ധമായി തന്നെ യുദ്ധപ്രഖ്യാപനമായി കരുതുമെന്നാണ് അന്ന് പ്രധാനമന്ത്രി പറഞ്ഞത്, നമ്മുടെ രാജ്യം പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചിലരൊക്കെ ചിന്തിക്കും, ഇവിടെ 2 ബോംബ് പൊട്ടിയ എന്തിനാണ് അവിടെ കൊണ്ടൊക്കെ ഇത്രയും വലിയ ആക്രമണമൊക്കെ നടത്തുന്നത് എന്നൊക്കെ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. ഇന്ത്യയിലിരുന്ന് നമ്മുടെ പോളിസി അതാണ്. ഈ രാജ്യത്തുണ്ടാക്കുന്ന ഭീകരാക്രമണത്തെ യുദ്ധ പ്രഖ്യാപനമായിട്ട് തന്നെ കരുതും എന്നുള്ളതാണ് നമ്മുടെ പോളിസി. ഇസ്രായേലിനും അതേ പോളിസി തന്നെയാണുള്ളത്. അമേരിക്കയ്ക്ക് എല്ലാ രാജ്യവും മിക്കവാറും എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ അതാണ് പോളിസി. അപ്പം ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പൊ 6ാമത്തെ അവരുടെ എനർജി സെക്ടറിലാണ്, അമേരിക്കയുടെ എനർജി സെക്ടറിലാണ് ഇപ്പോൾ ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അവിടെ ഏറ്റവും വലിയ ഒരു റിഫൈനറിൽ ആയിരുന്നു കുറച്ചു നാൾക്ക് മുമ്പ് വലിയൊരു സ്ഫോടനം. അത് പൂട്ടിയിടേണ്ട സാഹചര്യം. ഇപ്പോൾ ഇതിന്റെ പശ്ചാത്തലത്തിൽ വേണം ട്രംപ് ഇറാനിന്റെ ആണവ നിലയങ്ങളല്ല, റോഡ് തകർക്കും, പാലം തകർക്കും, ഒപ്പം തന്നെ അവരുടെ എനർജി സെക്ടർ തകർക്കും എന്നൊക്കെ പറയുന്നതിനെ നമ്മൾ കാണാം. ഇവിടെയാണ് ഇന്നലെ നമ്മൾ നൽകിയ വാർത്തയുടെ ഒരു പ്രാധാന്യം നിൽക്കുന്നത്. അതായത് നമ്മൾ ഇന്നലത്തെ വാർത്ത നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അമേരിക്ക ഒരു വലിയ അടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു മുഖം പാകിസ്ഥാൻ തന്നെ ആയിരിക്കും. പാകിസ്ഥാൻ വഴിയും അവർ കടന്നു കയറിയിട്ട് ഒരു പ്ലാൻ അവിടെ ചെയ്തു. കാരണം പാകിസ്ഥാൻ കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇറാനിലേക്ക് കടക്കാൻ ഒരു വഴിയാണ്. 900 കിലോമീറ്റർ അതിർത്തി ഇവർ പങ്കിടുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ യുദ്ധസമാനമായ സാഹചര്യം നിൽക്കുന്നു. ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഒന്നും തന്നെ മിണ്ടുന്നില്ല, ഒരു കാര്യവും മിണ്ടുന്നില്ല. സൗദി ഒന്നും പറയുന്നില്ല, UAE ഒന്നും പറയുന്നില്ല. കാരണം അവരൊക്കെ അവരുടെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. UAEയുടെ ഏറ്റവും ലാസ്റ്റ് വന്ന സ്റ്റേറ്റ്മെന്റ് എനിക്ക് തോന്നുന്നു UAEയുടെ ആണ്, ഇന്നലെയാണ് വന്ന സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ ബിജുചേട്ടനോട് ചോദിച്ചിരുന്നു, പാകിസ്ഥാനിലേക്ക് ഒരു അറ്റാക്ക് ഉണ്ടാകുമോ ഇറാനെന്ന്. ഇന്ന് ഇറാനിന്റെ സ്റ്റേറ്റ് TV പാകിസ്ഥാനെ വലിയ രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്. പാകിസ്ഥാനെയും അസീം മുനീറിനെയാണ് വിമർശിച്ചത്. അവർ പറയുന്നത് പാകിസ്ഥാൻ നമ്മുടെ സുഹൃത്തല്ല, പാകിസ്ഥാൻ നമ്മുടെ ശത്രുവാണ്, അവർ ഇരട്ട ഗെയിം കളിക്കുകയാണ്, അത് ഡബിൾ ഗെയിം കളിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. അത് പാകിസ്ഥാനെ നിശ്ചിതമായിട്ട് ഒരിക്കലും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ രീതിയിലാണ് അവർ പറയുന്നത് കാര്യങ്ങൾ. അപ്പോൾ ഈ അമേരിക്ക അവിടെ വിമാനങ്ങൾ കൊണ്ട് ഇറക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉറപ്പായിട്ടും പാകിസ്ഥാനിലേക്ക് ഒരു അറ്റാക്ക് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു, ഇനി യുദ്ധം പുനരാരംഭിച്ചു കഴിഞ്ഞാൽ. അല്ല, എനിക്ക് പാകിസ്ഥാന്റെ കാര്യമാണ് വളരെ കഷ്ടം. കാരണം കഴിഞ്ഞ ദിവസം ഫോക്സ് ന്യൂസ്, നമ്മളിത് ഈ ചർച്ചയിൽ പറഞ്ഞിരുന്നത്, ഫോക്സ് ന്യൂസിൽ ഒരു വാർത്ത വിട്ടിരുന്നു. അതില് അമേരിക്കയിലുള്ള സൈനിക ഉദ്യോഗസ്ഥരടക്കം ട്രംപിന് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ മുനീറിനെ പൊക്കി തലയെ വെക്കരുത്, ഇവനെ വിശ്വസിക്കാൻ കൊള്ളതില്ല, ഇവൻ ഈ RGCയിലെ കമാൻഡർമാരുമായിട്ട്, അതായത് ഇറാന്റെ സൈനിക തലത്തിലുള്ള കമാൻഡർമാരുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്നതാണ്, ഇവൻ നമുക്ക് പണി തരും, അതുകൊണ്ട് ഇവനെ പൊക്കി തലയെ വെക്കരുത് ട്രംപിന് ഒരു മുന്നറിയിപ്പ്. അതിനു മുമ്പ് തന്നെ ഇറാൻ പറഞ്ഞു ഇവന്മാരെ നമ്പരുതെന്ന് പറഞ്ഞു. കാരണം കഴിഞ്ഞ ചർച്ചയ്ക്ക് വന്നിട്ട് അതുങ്ങൾ ജീവനും കൊണ്ടാണ് ഇവിടുന്ന് രക്ഷപ്പെട്ടത്. ഈ പാകിസ്ഥാൻ ഇരുമ്പ് എന്താണ് അവർ അതിന് ഉപയോഗിച്ച വാക്ക് തന്നെ അതായിരുന്നു, ഇരുമ്പ് സുരക്ഷ ഒരുക്കും ഞങ്ങളുടെ വിമാനങ്ങൾ എന്നൊക്കെ പറഞ്ഞു. ഈ പാവങ്ങൾ ഇവിടെ ചർച്ചയും കഴിഞ്ഞ് കാറിൽ ഇവിടുന്ന് പോയി അതിർത്തി കടന്നു, പിന്നെ ബസ്സിലും നടന്നുമൊക്കെയാണ് തിരിച്ചു വന്നത്. അപ്പൊ അവർക്ക് കാര്യം മനസ്സിലായി. കാരണം അവരുടെ എന്ത് സുരക്ഷയാണുള്ളത് ചർച്ചയ്ക്ക് വരുന്നത്. കാരണം ഇസ്രായേലൊക്കെയാണ്, നമുക്ക് പറയാൻ പറ്റത്തില്ല ചർച്ചയ്ക്ക്. കാരണം ഖത്തറിൽ ചർച്ചയ്ക്ക് വിളിച്ചിട്ടും അതിന് തലക്കുമുകളിൽ കൊടുക്കുന്ന ബോംബിട്ടിട്ട് പോയ ടീംസാണ്. അപ്പൊ നമുക്കൊന്നും പറയാൻ കഴിയില്ല. ഈ ഒരു സാഹചര്യത്തിൽ വേണം ഇതിനെ കാണാനായിട്ട്. ഇതിനിടയിലാണ് 35ഓളം രാജ്യങ്ങൾ ബ്രിട്ടനിൽ ഒരു യോഗം ചേരുകയാണ്. അവർ അത് എല്ലാ രാജ്യങ്ങളും, അതിൽ ഇന്ത്യയും പങ്കെടുക്കുമെന്ന് നമ്മുടെ പ്രതിരോധ സെക്രട്ടറി പറയുകയും ചെയ്തിരിക്കുന്നു. പ്രതിരോധ സെക്രട്ടറി ക്ഷമിക്കുക, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നു ഞങ്ങൾ പങ്കെടുക്കുന്നത്. പക്ഷെ എന്താണ്, ആ ചർച്ച കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ മാധ്യമങ്ങളെ കാണും, വിവരങ്ങൾ നിങ്ങൾക്ക് കൈമാറാം എന്താണ് അതിൽ നടക്കുന്നത്. പക്ഷെ അത് രൂപപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സൈനികപരമായ നീക്കമാണ്. ഈ 35 രാജ്യങ്ങളുടെയും സൈന്യം ഹോർമുസിന് സുരക്ഷ ഒരുക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഇറാൻ കുറച്ചു നാൾക്ക് മുമ്പ് അങ്ങനെ ഒരു ഫോർമുല മുൻപോട്ട് വെച്ചിരുന്നു. അതായത് നിങ്ങൾ മറ്റ് എല്ലാ ലോകരാജ്യങ്ങളെല്ലാം കൂടെ ഞങ്ങൾക്കൊരു സുരക്ഷ ഒരുക്കാമെങ്കിൽ ഞങ്ങൾ യുദ്ധം തീർക്കാം എന്ന് പറഞ്ഞിരുന്നു. അതായത് ഈ ഹോർമുസിന്റെ അടക്കമുള്ള സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാം കൂടെ നിങ്ങളുടെ സംയുക്ത സൈന്യത്തെയും നിങ്ങളുടെ സംഘത്തെയും ഇവിടെ നിയമിക്കൂ, ഞങ്ങൾ ഓക്കെയാണ്.
അല്ലാതെ ഈ അമേരിക്ക പറയുന്നത് കേൾക്കാൻ ഞങ്ങൾ തയ്യാറല്ലെന്ന് ഇറാൻ മുമ്പ് പറഞ്ഞിരുന്നു. അത്തരത്തിലേക്ക് ഒരു കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് ഇതിനിടയ്ക്ക്. ഈ സൈനിക സഖ്യം എന്ന് പറയുന്നത് ഇറാനെ ആക്രമിക്കാനോ അല്ലെങ്കിൽ അമേരിക്കയെ ആക്രമിക്കാനോ അല്ല, ആരെയും ആക്രമിക്കാനല്ല, പകരം ഒരു കോമൺ ആയിട്ടുള്ളത്. കാരണം നമ്മൾ ഇത് ഗസയിൽ കണ്ടതാണ്. ഗസയിൽ ഒരു കമ്മിറ്റി ട്രംപ് രൂപീകരിച്ചായിരുന്നല്ലോ. എന്താണ് കമ്മിറ്റിയുടെ പേര്? പീസ് ഓഫ് യൂണിറ്റി. പീസ് ഓഫ് യൂണിറ്റി. അതേപോലെ ഒരു കമ്മിറ്റി ഇവിടെ രൂപീകരിക്കാൻ ഇറാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ ഒരു മുന്നോടിയായിട്ട് നമുക്ക് ഇതിനെ കാണാൻ കഴിയും. അല്ല, അതൊരു സൈനിക അറ്റാക്കിന് വേണ്ടിയിട്ടുള്ളതല്ല. പക്ഷേ ഇപ്പോൾ ഇത് കുറച്ചുകൂടി വ്യാപിക്കുകയാണ്. കാരണം ഈ എനർജി സെക്ടറുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണം, ഇതിന്റെ ആക്രമണത്തിൽ ഇറാൻ ഒറ്റയ്ക്കല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കാരണം യൂറോപ്പ് പോലെ അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള രാജ്യത്ത് കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്യണമെങ്കിൽ റഷ്യയോ ചൈനയോ പോലെയുള്ള കൃത്യമായ ഒരു പിൻബലം അവർക്ക് ഉണ്ടായിട്ടുണ്ടാകണം. മറ്റൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒരു കപ്പൽ, ഇറാനിയൻ കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തിരുന്നു. ആ കപ്പലിൽ ചൈന എന്നുള്ള സ്ഫോടക വസ്തുക്കളായിരുന്നു. അതും ഇപ്പോൾ ഒരു ക്ലാഷ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ട്രംപ് പുതിയതായിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ന്യൂസ് നമ്മൾ കാണുന്നത്, ട്രംപ് ഇപ്പോൾ കൂടുതലായി ചൈനയെ ഫോക്കസ് ചെയ്യുകയാണ്. ചൈനയിലേക്ക് പോകുന്ന എണ്ണക്കപ്പലും അങ്ങനത്തെ റൂട്ടുകളും മറ്റുമൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവരെ കുറച്ചുകൂടെ ഞെരുക്കുക എന്നൊരു ലക്ഷ്യമായിട്ടാണ് മുൻപോട്ട് പോകുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ മിഡിൽ ഈസ്റ്റിനെ കുറിച്ച്, അതിന്റെ യുദ്ധത്തെക്കുറിച്ച് നമുക്ക് പ്രേക്ഷകർക്ക് നൽകാനുള്ള ഒരു വിവരം. വളരെ സംഗ്രഹിച്ചിട്ടാണ് നമ്മൾ അതിന്റെ ഇപ്പോൾ നമ്മളിത് പറഞ്ഞിരിക്കുന്നത്.